ജീവനായി. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. ഈ ഇസ്രായേൽ വിഷയത്തിലുള്ള വീഡിയോ പരമ്പര തൽക്കാലം ഞങ്ങൾ നീട്ടിവെക്കുകയാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതിലും പ്രാധാന്യമേറിയ വേറെ ചില സംഗതികൾ ഇതിനിടയിൽ നടന്നതുകൊണ്ട് അതിനുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ദൈവം അനുവദിച്ചാൽ ആ പരമ്പര ഞങ്ങൾ പുനരാരംഭിക്കുന്നതാണ്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ഒരു അന്താരാഷ്ട്ര വിഷയമാണ്. ഞങ്ങളിവിടെ ആ വിഷയത്തിൽ വീഡിയോ ചെയ്താലും ഇല്ലെങ്കിലും ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ അറിയിക്കാമെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ വാസ്തവത്തിൽ. കാരണം ഞങ്ങളിവിടെ വീഡിയോ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാതിരുന്നതുകൊണ്ടോ ആ പ്രശ്നം അവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ചരിത്രവസ്തുതകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ, മലയാളി സോഷ്യൽ മീഡിയയിലാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ ഇപ്പോൾ വളരെ ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ തുറന്നു കാണിച്ചാൽ, അതിൻ്റെ ഉള്ളുകള്ളികൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ അറിയിച്ചാൽ അത് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ വിഷയത്തിലുള്ള വീഡിയോ പരമ്പര തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം ഞങ്ങളുടെ പ്രേക്ഷകരിൽ ചിലരോട് പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുതലാണ്, നീളം കുറയ്ക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കമൻറ്റുകൾ ഞങ്ങളുടെ പല വീഡിയോകളുടെയും കമൻറ്റ് ബോക്സിൽ കാണുകയുണ്ടായി. ഞങ്ങളുടെ വീഡിയോകൾക്ക് ദൈർഘ്യം കൂടുതലാണ് എന്ന് തോന്നുന്നവർ ദയവായി ഞങ്ങളുടെ വീഡിയോ കാണാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടത് 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോകളാണെങ്കിൽ അതൊക്കെ വേറെ ചാനലുകളിൽ ഉണ്ടാകും. ദയവായി നിങ്ങൾ ആ ചാനലുകളിലേക്ക് പോവുക. നിങ്ങൾക്ക് പറ്റിയ ചാനലേ അല്ല ഇത്. ഞങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ പൊതുജനങ്ങളുടെ മുമ്പാകെ ഒരു വിഷയം അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ വിഷയം കവർ ചെയ്യാൻ അരമണിക്കൂർ മതിയെങ്കിൽ ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് അത് പറയും. അതല്ല 2 മണിക്കൂർ എടുക്കുമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് അത് പറയും. ആ വിഷയം പഠിക്കാൻ താല്പര്യമുള്ളവർ 2 മണിക്കൂർ അതിനുവേണ്ടി ചെലവഴിക്കും എന്ന് ഞങ്ങൾക്കറിയാം. മറ്റ് ചാനലുകാരെ പോലെ ദിവസവും വീഡിയോ ഇറക്കുന്നവരല്ല ഞങ്ങൾ. ശരാശരി ആഴ്ചയിൽ ഒരു വീഡിയോ എന്ന നിലയിലാണ് ഞങ്ങൾ ഇറക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അതിനൊരു തടസ്സം നേരിട്ടു. ഒരു 3 ആഴ്ചയോളമായിട്ട് വീഡിയോ ഇറങ്ങിയില്ല. എന്നാൽ അതിന് മുമ്പുള്ളതൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ശരാശരി ആഴ്ചയിൽ ഒരു വീഡിയോ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നതാണ്. അതായത് ഓരോ വീഡിയോയ്ക്കും വേണ്ടി ഞങ്ങൾ ഒരാഴ്ച ചെലവഴിക്കുന്നുണ്ടെന്നാണ് അതിനർത്ഥം. ഓരോ വീഡിയോയ്ക്കും വേണ്ടി പല പുസ്തകങ്ങൾ വായിക്കാനും വെബ്സൈറ്റുകൾ പരിശോധിക്കാനും അത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാനും സ്ക്രിപ്റ്റ് തയ്യാറാക്കാനും റെക്കോർഡ് ചെയ്യാനും എഡിറ്റിങ്ങിനും ഒക്കെയായി ഒരാഴ്ച ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ഇത്ര കഷ്ടപ്പെട്ട് ഓരോ വീഡിയോയും തയ്യാറാക്കി കൊണ്ടുവരുമ്പോൾ അതിന് കുറച്ച് നീളം കൂടിപ്പോയി എന്ന് പരാതിയുള്ളവർ ദയവ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ കാണണ്ട. ഞങ്ങൾ പണം ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ നടത്തുന്നവരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ 1.5 മണിക്കൂർ വീഡിയോ ഉണ്ടല്ലോ, അത് ഞങ്ങൾ കട്ട് ചെയ്ത് അരമണിക്കൂർ ആക്കിയിട്ട് 3 വീഡിയോ ആക്കിയിട്ട് ആഴ്ചയിൽ 3 ദിവസം ഇടും. അപ്പോൾ ചാനൽ എപ്പോഴും സജീവമായിട്ട് നിൽക്കും. ആഴ്ചയിൽ 3 ദിവസം, 2 ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ 1 ദിവസം ഇടവിട്ടൊക്കെ ഓരോ വീഡിയോ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ചാനൽ ആക്റ്റീവായിട്ട് നിൽക്കും. പക്ഷെ ഞങ്ങൾ അതിന് ഇത് കാണിക്കുന്നില്ല, താല്പര്യം കാണിക്കുന്നില്ല. 1.5 മണിക്കൂർ കൊണ്ട് ഒരു വിഷയം പറഞ്ഞു കഴിയും എന്നുണ്ടെങ്കിൽ അത് ഒറ്റ അടിക്ക് തന്നെ ഞങ്ങളങ്ങ് പറഞ്ഞ് ഇടുകയാണ് ചെയ്യുന്നത്. ഈ ഹാക്ക് ചെയ്യപ്പെട്ട കഴിഞ്ഞ ചാനലിലായാലും ഈ ചാനലിലായാലും ഇന്ന് വരെ ഒരൊറ്റ വീഡിയോയിൽ പോലും ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനോ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഈ ചാനലിൽ ഇടുന്ന വീഡിയോകളുടെ മൂല്യം ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ആ മൂല്യം തിരിച്ചറിഞ്ഞ് അത് കാണാൻ മനസ്സുള്ളവർ മാത്രം ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ മതി. അല്ലാത്തവർ ഞങ്ങളുടെ വീഡിയോ കാണണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടുതലാണെന്ന ചിന്തയുള്ളവർ ഞങ്ങളുടെ ചാനൽ സ്കിപ്പ് ചെയ്ത് അടുത്ത ചാനലിലേക്ക് പോവുക. അല്ലാതെ വീഡിയോയുടെ നീളം കുറയ്ക്കുക എന്നും പറഞ്ഞ് കമൻ്റ് ഇട്ട് അതിന് മറുപടി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സമയം വെറുതെ കളയരുത്. സ്പൂൺ ഫീഡിങ് നടത്താൻ ഞങ്ങൾക്ക് ഒരു താല്പര്യവും ഇല്ല. സത്യം പറഞ്ഞാൽ വീഡിയോയുടെ നീളം കൂടിപ്പോയി എന്ന കമൻറ്റ് കാണുമ്പോൾ പേഴ്സണലി എനിക്കതൊരു വലിയ അശ്ലീലമായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര അശ്ലീലമായിട്ടാണ് തോന്നുന്നത്. കാരണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ചെലവഴിക്കാൻ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ഞാൻ അവർക്ക് കൊടുക്കേണ്ടുന്ന സമയം പോലും കൊടുക്കാതെ അതുവരെ അവരിൽ നിന്ന് അപഹരിച്ച്
ഈ പുസ്തകങ്ങൾ പരിശോധിച്ച് വെബ്സൈറ്റ് പരിശോധിച്ചും ഇതിൻ്റെ മുമ്പിൽ തന്നെ കുത്തിയിരുന്ന് ഉറക്കമൊക്കെ വളരെ കുറവാണ്. ചിലപ്പം 4 മണിക്കൂറൊക്കെ ഒരു ദിവസം ഉറങ്ങുന്നുള്ളൂ. ആ വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയും കൊണ്ട് വരുമ്പോൾ അതിന് 20 മിനിറ്റോ 30 മിനിറ്റോ കൂടിപ്പോയി എന്നുള്ളതൊരു പ്രശ്നമായിട്ടാണ് ഓരോരുത്തന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നവർ, അതൊരു വിഷയമായിട്ട് തോന്നുന്നവർ ഞങ്ങളുടെ വീഡിയോ കാണാൻ നിൽക്കണ്ട. അങ്ങനെയുള്ള ആളുകൾ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അത്രേ പറയാനുള്ളൂ. 10,000 പേര് ഞങ്ങളുടെ വീഡിയോ കാണുകയും 100 പേര് മാത്രം അതിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി വരാൻ പോകുന്ന അപകടത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്താൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു അപമാനമാണ്. കാരണം ഞങ്ങളുടെ വീഡിയോ കാണുന്നവരിൽ 99% പേരും ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. ആകെ 1% ആളുകളെ അതിന് വില കൊടുക്കുന്നുള്ളൂ. അതേസമയം 1000 പേര് മാത്രമേ ഞങ്ങളുടെ വീഡിയോ കാണുന്നുള്ളൂ. അതിൽ 900 പേരും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അപകടത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾക്കത് സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ്. കാരണം ഞങ്ങളുടെ ചാനൽ കാണുന്നവരിൽ 90% പേരും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുന്നു എന്നാണ് അതിനർത്ഥം. ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല നടത്തുന്നത്. എൻ്റർടൈൻമെൻറ്റ് വേണമെന്നുള്ളവർക്ക് അതിന് പറ്റിയ ചാനൽ വേറെ ഉണ്ട്, അവിടേക്ക് പോക്കോണം. ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ഒന്നും കിട്ടില്ല. ഇൻഫർമേഷൻ വേണമെന്നുള്ളവർ മാത്രം ഞങ്ങളുടെ വീഡിയോസ് കണ്ടാൽ മതി. ഇവിടെ നിന്ന് ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടിപ്പോയി എന്നുള്ള കമൻസ് ഇനി ആരെങ്കിലും ഇടുന്നത് കണ്ടാൽ അവർക്ക് ഒരു മറുപടിയും നൽകുകയില്ല. അവർക്കൊക്കെ മറുപടി കൊടുത്ത് സമയം കളയാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് പകരം അവരെ ഈ ചാനലിൽ നിന്ന് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും. അവർ ഞങ്ങളുടെ വീഡിയോ കാണണ്ട. അത്തരക്കാർക്ക് പറ്റിയ ചാനലേ അല്ല ഇത്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും എന്നെ അഹങ്കാരിയായി ചാപ്പ് കുത്തിയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ചാപ്പുകൾ കുറേ സ്ഥിരം കിട്ടുന്നതാണ്. വർഗീയവാദി എന്നുള്ള ചാപ്പ് വരെ കിട്ടിയിട്ട് കുലുങ്ങിയിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ അഹങ്കാരി എന്നുള്ള ചാപ്പ് കിട്ടിയിട്ട് കുലുങ്ങാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം. വിവിധ സഭകളിലും രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ലവ് ജിഹാദിൻ്റെ കാര്യത്തിലും 80:20 വിഷയത്തിലും സംവരണ വിഷയത്തിലും തങ്ങളുടെ ആശങ്കകളും നിലപാടുകളും ക്ലബ് ഹൗസിലെ ചില ചർച്ചകളിൽ പങ്കുവച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഈ ക്രിസ്ത്യൻ യുവത്വമേ ഇതിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലബ് ഹൗസിൽ ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിനകത്ത് ഈ ചർച്ച നടന്നപ്പോൾ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. കുറേ കാലമായി ഈ ക്രിസ്ത്യൻ ചെറുപ്പക്കാർ അറിയുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങൾ തുറന്നു പറയാനൊരു വേദി കിട്ടിയപ്പോൾ അവർ തുറന്നു പറഞ്ഞു. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഇടതനും വലതനും മത്സരിക്കുന്നതും മുസ്ലിങ്ങളൊന്ന് കണ്ണുരുട്ടിയാൽ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും MLA ആകാൻ കുപ്പായ തയ്പ്പിച്ചു വെച്ച് കാത്തിരിക്കുന്നവരുമൊക്കെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന, ന്യൂനപക്ഷ അവകാശങ്ങളിൽ 80:20 എന്ന അനുപാതത്തിൽ സാമൂഹിക അസമത്വം വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, സ്വന്തം കുടുംബത്തിലോ ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ സ്വന്തം സ്ഥലസഭയിലോ ഇടവകയിലോ ലവ് ജിഹാദിൻ്റെ ദുരന്തം അനുഭവിക്കുന്നവരായ ക്രിസ്ത്യൻ ചെറുപ്പക്കാർ പുതിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടി അവരുടെ ആശങ്കകൾ പങ്കുവച്ചു. അത്രമാത്രമേ ഞാനതിനെ കണ്ടിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് തെറ്റിപ്പോയി. ആ ചെറുപ്പക്കാർ ശരിക്കും ഒരു ബോംബ് ഇടുകയാണ് ചെയ്തത്. ആ ബോംബ് പൊട്ടിയത് ഇസ്ലാമിസ്റ്റുകളുടെ മാത്രം നെഞ്ചത്തല്ല. ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി എത്ര വേണമെങ്കിലും മുട്ടിലിഴയാൻ മടിയില്ലാതിരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പിന്നെ ഈന്തപ്പഴത്തിനും വിമാന ടിക്കറ്റുകൾക്കും വേണ്ടി അണ്ണാക്കിൽ പഴവും തിരികെ മിണ്ടാതിരിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെയൊക്കെ നെഞ്ചത്തുകൂടിയായിരുന്നു. പിന്നെ ഈ മതേതരത്വം പറഞ്ഞു നടക്കുന്ന കുറേ ക്രിസ്ത്യാനികളുടെയും അവരുടെയൊക്കെ നെഞ്ചത്താണ് ഈ ബോംബ് പൊട്ടിയത്. അതെനിക്ക് മനസ്സിലായത് സോഷ്യൽ മീഡിയയിൽ ഇവന്മാരുടെ ഹാലിളക്കം കണ്ടപ്പോഴാണ്. ആ ബോംബ് പൊട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയത് മതേതരത്വം തലയ്ക്ക് പിടിച്ച ക്രിസ്ത്യൻ നാമധാരികൾക്കാണ്. അതവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് അറിയാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പാകെ കാണിക്കാം, ചില സ്ക്രീൻഷോട്ടുകൾ. ഇത് രഞ്ജിത്ത് ആൻ്റണി എന്ന ക്രൈസ്തവ നാമധാരി ഇട്ട പോസ്റ്റിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അയാൾ ഇങ്ങനെയാണ് പറയുന്നത്: ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഇന്ന് ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. RSSന്റെ സാംസ്കാരികാധിനിവേശം ഫലപ്രദമായി നേരിടുന്നതിൽ കേരളം രാഷ്ട്രീയമായി വിജയിച്ചു നിൽക്കുകയാണ്. ആ രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് സഹായമായി നിൽക്കേണ്ട 2 സമുദായങ്ങളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. മുസ്ലിങ്ങളെ പുറന്തള്ളി കേരളത്തിലെ ഒരു ക്രിസ്ത്യാനിക്ക് കേരളത്തിൽ ജീവിക്കാൻ ഒക്കില്ല. തിരിച്ചു ആ സമയത്ത് ഒരു സമുദായത്തെ ഒറ്റതിരിഞ്ഞ് പ്രതിക്കൂട്ടിൽ നിർത്താൻ ക്രിസ്ത്യാനികൾ ശ്രമിക്കുന്നത് തീ കൊണ്ടുള്ള കളിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു പള്ളിയിൽ പോകുന്ന വിശ്വാസിയല്ല, ഒരു കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന നിലയിൽ ഞാൻ ഈ ഊളന്മാർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നു.
ഇതാണ് രഞ്ജിത്ത് ആന്റണി എഴുതിയത് പോസ്റ്റിൽ. അവൻ പള്ളിയിലും പോകുന്നില്ല, അവൻ വിശ്വാസിയുമല്ല, പക്ഷെ ക്രിസ്ത്യാനിയാണെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയുള്ള ഈ ചങ്ങാതിയാണ് പള്ളിയിൽ പോകുന്ന വിശ്വാസികളായ ക്രിസ്ത്യാനികൾ ചെയ്ത അപരാധത്തിന് മാപ്പ് പറയാൻ നടക്കുന്നത്. ഇതിനെയാണ് ഊളത്തരം എന്ന് പറയുന്നത്. അത്തരം ഊളത്തരം ചെയ്യുന്നവരെയാണ് ഊളന്മാരെന്ന് വിളിക്കുന്നത്. അല്ലാതെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ നിൽക്കുന്ന ക്രിസ്ത്യൻ ചെറുപ്പക്കാരെ വിളിക്കേണ്ട വിളിയല്ല അത്. അടുത്തത് സോണി കെ കോശി എന്നൊരു ക്രിസ്ത്യൻ നാമധാരി പറയുന്നതാണ്. അത് നമുക്ക് നോക്കാം. ഈ ചർച്ചകളൊക്കെ സംഘപരിവാർ അജണ്ടയാണ്. ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്ന മോഡറേറ്റർമാരുടെ FB ID നോക്കിയാൽ മതി ക്രിസംഖ്യകളുടെ രാഷ്ട്രീയം കാണാം. ഒഫീഷ്യൽ KCYM പോസ്റ്റിന് വരെ ഈ ക്രിസംഖ്യകളുടെ തെറിവിളിയാണ്. ഇവരെ എന്തായാലും നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം പൊളിച്ച് അടുക്കും. ക്രിസ്ത്യൻ ചെറുപ്പക്കാർ അവരുടെ ആശങ്കകളെക്കുറിച്ചോ സമൂഹത്തിൽ നടമാടുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒരക്ഷരം പോലും സംസാരിക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ സംസാരിച്ചു പോയാൽ അവർ സംഘപരിവാറിൻ്റെ അജണ്ടയിൽ വീണവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ് ഈ സോണി കോശി പറയുന്നത്. ഇവന്മാരിങ്ങനെ ചാപ്പയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചാപ്പയടിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങൾ കണ്ട് ഇസ്ലാമിനെതിരെ പ്രതികരിക്കരുത്. സംഘിച്ചാപ്പ വീണാൽ അത് നാണക്കേടാണല്ലോ എന്ന് ചിന്തിച്ച് ക്രിസ്ത്യൻ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കണം. ഇതാണ് ഇവന്മാരുടെ ഉദ്ദേശ്യം. പക്ഷേ വാസ്തവത്തിൽ ഇത് തിരിച്ചടിക്കുകയാണ്. അത് ഇവന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതാണ്ട് 12 വർഷത്തിലധികമായി ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഫേസ്ബുക്കിൽ വന്ന സമയത്ത് സംഘി ചാപ്പ അല്ലെങ്കിൽ വർഗീയവാദി എന്നുള്ള ആ ചാപ്പ കിട്ടുന്നത് ഭയങ്കര നാണക്കേടായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഈ കട്ട സംഘികൾ ഒഴികെ സാധാരണ സംഘികൾ താൻ സംഘിയാണെന്ന് പരസ്യമായി സമ്മതിക്കാൻ മടിച്ചിരുന്ന കാലമായിരുന്നു അത്. പക്ഷെ പിന്നീട് എന്തുണ്ടായെന്നറിയാമോ? ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർക്കെല്ലാം സംഘി ചാപ്പ കുത്തി ഇപ്പം അതൊരു വിഷയമേ അല്ലാതായി മാറി. അതേടാ ഞാനൊരു സംഘിയാണെന്ന ആളുകൾ പരസ്യമായി പറയുന്ന അവസ്ഥയിലെത്തി. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇസ്ലാമിനെയോ മുഹമ്മദിനെയോ ആരെങ്കിലും തുറന്നു കാണിച്ചാൽ അവനെ വർഗീയവാദി എന്ന് മുദ്ര കുത്താൻ തുടങ്ങിയതോടെ അതേടാ ഞാനൊരു വർഗീയവാദിയാണ്, നിനക്കെന്താ വേണ്ടത് എന്ന ആളുകൾ ഇപ്പോൾ പരസ്യമായി ചോദിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ചാപ്പേടിയൊന്നും പണ്ടത്തെ പോലെ ഫലിക്കുന്നില്ല. പക്ഷേ ഈ സോണി കോശിയെ പോലെയുള്ളവന്മാരൊക്കെ ഇപ്പോഴും കൂപമണ്ഡൂകമായി കിടക്കുന്നത് കൊണ്ട് സമൂഹത്തിലുണ്ടായ മാറ്റം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ക്രിസംഖി ചാപ്പയുമായി വരുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പറയുന്നവനൊക്കെ സംഖ്യയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ പറ്റില്ല. എനിക്കൊക്കെ എത്ര പ്രാവശ്യം സംഖ്യ ചാപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? സംഖ്യയാക്കിയിട്ട് ഇപ്പം ക്രിസംഖി എന്നുള്ള പേരും വീണ്. മുമ്പ് സംഖ്യ മാത്രമായിരുന്നു, ഇപ്പോൾ ക്രിസംഖ്യയായി. അപ്പം ഇങ്ങനെ ഈ ചാപ്പ് വീഴുമ്പോൾ ഇത് ഒന്നും മിണ്ടാൻ പറ്റില്ല, ഒരക്ഷരം. സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? ചാപ്പ് വീണാലും കുഴപ്പമില്ല, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകുന്നുള്ള നിലയിലേക്ക് വരും. പിന്നെ ഈ ചാപ്പ് കൊണ്ട് ഒരു ഫലമില്ലാത്ത സ്ഥിതി വരും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഗോപിനാഥ് ഹരിത എന്നൊരാൾ താലിബാൻ ഗ്രൂപ്പിൽ പങ്കുവച്ച ക്ലബ് ഹൗസിൽ മുഴങ്ങുന്നത് ഇസ്ലാമോഫോബിയയുടെ ഭീകര ശബ്ദം എന്ന പോസ്റ്റിൽ പറയുന്നതാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. ക്ലബ് ഹൗസ് കേരളത്തിൽ സജീവമായിട്ട് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനകം അതിൽ നിന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ഇസ്ലാമോഫോബിയുടേതാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് വരുന്നത് പ്രധാനമായും സംഘപരിവാർ ശക്തികളിൽ നിന്നല്ല എന്നതാണ്. കുറെ ക്രിസ്ത്യൻ സംഘടനകളിൽ നിന്നും പുരോഹിതരിൽ നിന്നുമാണ്. അവർക്കൊപ്പം നവനാസ്തികരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിലരും കുറെ എക്സ് മുസ്ലിമുകളുമുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ രൂപപ്പെട്ടു വരുന്നത് വ്യത്യസ്ത താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ ഒരു വിശാല സഖ്യമാണെന്ന് സാരം. ഇതിൻ്റെ എല്ലാം അടിത്തറ സംഘപരിവാർ രാഷ്ട്രീയം തന്നെ. എന്തായാലും തങ്ങളുടെ പേരിൽ നടക്കുന്ന പ്രചരണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് KCYM പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണ്. എന്നാൽ അത് പോരാ, സഭാ നേതൃത്വം തന്നെ രംഗത്ത് വരേണ്ടിയിരിക്കുന്നു. ഈ ടീംസൊക്കെ ഇപ്പോഴും പൊട്ടക്കിണറ്റിലെ തവളകളായി തന്നെ കിടക്കുകയാണ്. ലോകത്ത് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഇവർക്കില്ല എന്നുള്ളത് പോട്ടെ. ലോകമെന്ന് പറയുന്നത് ടാവട്ടം കേരളമാണെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം. ക്രിസ്ത്യാനികളും നവനാസ്തികരും എക്സ് മുസ്ലിംസും ഒക്കെ ചേർന്നുള്ള ഒരു വിശാല സഖ്യം മുസ്ലിങ്ങൾക്കെതിരെ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ അടിത്തറ സംഘപരിവാർ രാഷ്ട്രീയമാണെന്നാണല്ലോ ഈ പുള്ളി പറഞ്ഞത്. ലോകവിവരമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ലോകത്തിലെ എല്ലാ പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിലും ഇസ്ലാമിനെതിരെയുള്ള വിശാല സഖ്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് ഇംഗ്ലണ്ടിലുണ്ട്, ഫ്രാൻസിലുണ്ട്, സ്വീഡനിലുണ്ട്, നോർവേയിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ഹോളണ്ടിലുണ്ട്, പോർച്ചുഗലിലുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലൻഡിലുണ്ട്, ഒരുമാതിരി ഇടങ്ങളിലൊക്കെ ഉണ്ട്. പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു വിശാല സഖ്യം ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നുണ്ട്.
അവിടെയൊക്കെ സംഘപരിവാർ ആയിരിക്കുമല്ലോ ഇതിന് അടിത്തറയിട്ടിരിക്കുന്നത്. നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത് വന്നപ്പോൾ എന്നെ പിടിച്ച് ചങ്ങലക്കിട്ടു എന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. തനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്നുള്ള സത്യം ഭ്രാന്തിന് തോന്നില്ല. പകരം അവൻ ചിന്തിക്കുക നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത് പിടിച്ചു, അതുകൊണ്ട് എന്നെ പിടിച്ച് ചങ്ങലക്കിട്ടു എന്നാണ്. അതേ മനോവിചാരമാണ് ഇവന്മാർക്കെല്ലാം ഉള്ളത്. ഇസ്ലാം എന്ന മതമുള്ള എല്ലാ പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങളിലും അവിടെയുള്ള അമുസ്ലിങ്ങളുമായി മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ആ രാജ്യങ്ങളിലെ അമുസ്ലിങ്ങളാണ് ആ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, അല്ലാതെ മുസ്ലിങ്ങളല്ല എന്നാണ് ഇവന്മാർ വാദിക്കുന്നത്. അതായത് അമുസ്ലിങ്ങൾക്കെല്ലാം ഭ്രാന്ത് വന്നതുകൊണ്ട് മുസ്ലിങ്ങളെ പിടിച്ച് ചങ്ങലക്കിടാൻ നോക്കുന്നു എന്നുള്ളതാണ് ഇവർ ഈ പറയുന്ന അതിൻ്റെ ആ പൊരുൾ. മനസ്സിലായോ? ഇവർക്കാണ് പ്രശ്നം എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നതല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിക്കാണ് പ്രശ്നം. ആ ഐഡിയോളജി പിൻപറ്റുന്ന മുസ്ലിങ്ങൾക്കാണ് പ്രശ്നം എന്നുള്ളത് ഇവർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ പോകുന്നില്ല. പകരം ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നം. നിങ്ങളത് ചിന്തിച്ചു നോക്ക്. മുസ്ലിങ്ങളുള്ള ഇടങ്ങളിൽ എവിടെയാണ് ഒരു പ്രശ്നമില്ലാത്തത്? ബർമയിൽ നമുക്കറിയാം ബുദ്ധന്മാർ അഹിംസാവാദികളാണ്. അഹിംസാവാദികളായ ബുദ്ധന്മാരെ കൊണ്ടുവരെ ആയുധം ഒടിപ്പിച്ച ടീംസാണ് ഇവർ. ഇനി അടുത്തത് കെ ഷാജി എന്നൊരുത്തൻ്റെ കമൻറ്റ്, അത് ബഹുരസമാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ വർഗീയതയെക്കുറിച്ചും അതിൽ അന്തർലീനമായ അതിമാരകമായ മുസ്ലിം വിരുദ്ധതയെക്കുറിച്ചുമെല്ലാം പറയുമ്പോൾ വർഗീയതയോ ഞങ്ങൾക്കോ എന്ന് ചോദിക്കുന്ന ചില കത്തോലിക്ക കോൺഗ്രസ്സുകാരുണ്ട്. അവർ ചില്ലറക്കാരല്ല. വലതു നിരീക്ഷകർ എന്ന സ്വയം കൽപ്പിത സിംഹാസനങ്ങളിലിരുന്ന് ഇടതുപക്ഷത്തെ രക്ഷിക്കുകയാണെന്ന വ്യാജേന പ്രതിലോമത ഇടതു സർക്കിളുകളിൽ വിദഗ്ധമായി ഒളിച്ചു കടത്തി വിടുന്നവരാണ്. നമ്പൂതിരിയും നായരും മാർഗം കൂടിയ സവർണ ക്രൈസ്തവതയുടെ പിൻഗാമികൾ, പാറ മണൽ മണ്ണ് മാഫിയകളുടെ സഹയാത്രികർ, പണക്കാരുടെ പടത്തലവന്മാർ എന്നാണ് കെ എ ഷാജി പറയുന്നത്. ക്രിസ്ത്യൻ ചെറുപ്പക്കാർ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് അത് ക്രിസ്ത്യൻ വർഗീയതയാണ്, മുസ്ലിം വിരുദ്ധതയാണ്. ആ പറയുന്നവരെല്ലാം സവർണ ക്രൈസ്തവരും പാറ മണൽ മണ്ണ് മാഫിയകളുടെ ആളുകളുമാണ്. അവൻ്റെ കയ്യിലുള്ള ചാപ്പുകളെല്ലാം ഒരുമാതിരി അവൻ കുത്തി കഴിഞ്ഞു. കയ്യിലെ സ്റ്റോക്കുകളെല്ലാം തീർന്ന സ്ഥിതിക്ക് ഇനി നിഘണ്ടുവൊക്കെ പരിശോധിച്ച് ഇവൻ കൂടുതൽ ചാപ്പുകളുമായി വീണ്ടും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഷഫീഖ് വച്ചൽ എന്നൊരുത്തൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന പ്രയോഗമാണ്. അവൻ്റെ കമൻറ്റ് ഇങ്ങനെയാണ്: പ്രബുദ്ധരായ മലയാളി സമൂഹമേ, വർഗീയത പറയാൻ ലജ്ജയില്ലേ? ആരാണ് ദൈവം? എന്താണ് ദൈവം? മനുഷ്യത്വം എന്ന മതം എന്നതിനെക്കുറിച്ചൊന്നും ഒരു ചുക്കും അറിയാത്ത കുറേ മതമറിയാത്ത മതവർഗീയവാദക്കാർ കേരളത്തിലും തർക്കിക്കുന്നത് കാണുമ്പോൾ ഇതിനാണോ വിദ്യാഭ്യാസം നേടുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. ക്രിസ്ത്യാനികളോട് യഹൂദന്മാരോടും ബഹുദൈവാരാധകരോടും കൂട്ടുകൂടരുതെന്നും അവർ ഇസ്ലാം ആകുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യണമെന്നും ഇസ്ലാം ആകാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അവരെ നാട് കടത്തണമെന്നും അല്ലെങ്കിൽ അവരെ കൊന്നുകളയണമെന്നും അവർ അശുദ്ധരാണെന്നും അവർ വെറുക്കപ്പെടേണ്ടവർ ആണെന്നും അവർ നരകത്തിലെ വിറകുകൊള്ളികളാണെന്നും പറയുന്ന ഒരു കിതാബ് മുറുകെ പിടിച്ച് നടക്കുന്നവനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. വർഗീയത പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായ ഭക്ഷണത്തിൽ വരെ, അതായത് ഭക്ഷണം എന്ന് പറയുമ്പോൾ അവന്മാർ നമുക്ക് സൗജന്യമായി തരുന്ന ഭക്ഷണമല്ല, നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ കാശുകൊണ്ട് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ നിർലജ്ജം അവരുടെ അറബി മതം തിരികെ കയറ്റിയവന്മാരാണ് ചോദിക്കുന്നത് വർഗീയത പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന്. ഇതിനൊക്കെ മറുപടി പറയേണ്ട ഭാഷ ഇതല്ല. നല്ല മദ്രസ ഭാഷയിൽ തന്നെ ഇവനൊക്കെ മറുപടി കൊടുക്കേണ്ടതാണ്. പിന്നെ അത് ഞങ്ങളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല എന്നതുകൊണ്ട് മാത്രം അങ്ങനെ ഒരു മറുപടി ഞങ്ങൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. ക്രൈസ്തവ യുവത്വത്തിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ടുള്ള ക്ലബ് ഹൗസിലെ ചർച്ചയിൽ ലവ് ജിഹാദിനെ കുറിച്ച് സംസാരിക്കാൻ ജാമിദ ടീച്ചറിനെ അതിൻ്റെ സംഘാടകർ ക്ഷണിച്ചിരുന്നു. ജാമിദ ടീച്ചർ വന്ന് സംസാരിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ ജാമിദ ടീച്ചറിനെ നല്ല പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് നാസ്തികരെന്ന് സ്വയം പറഞ്ഞ് നടക്കുന്നവർ വരെ പോസ്റ്റും കമൻറ്റുകൾ വിട്ടത്. സാധാരണഗതിയിൽ ഞാൻ സ്ക്രീൻഷോട്ടുകളിലൂടെ കാണിക്കാറുള്ളതാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ജാമിദ ടീച്ചറിനെ തെറി വിളിച്ച സ്ക്രീൻഷോട്ടുകൾ ഇവിടെ കാണിക്കാൻ പറ്റുന്നവയല്ല. അമ്മാതിരി പച്ചത്തെറിയാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഡിസ്പ്ലേ ചെയ്യാത്തത്. ഇതൊക്കെ ജിഹാദികളുടെ വേറെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ ഇസ്ലാമിക ഭൂരിപക്ഷ സംസ്ഥാനമാക്കാനുള്ള അവരുടെ അജണ്ടയ്ക്ക് തടസ്സമായി ഇപ്പോൾ നിൽക്കുന്നത് ക്രൈസ്തവരാണ്. ഇസ്ലാമിനെ കൃത്യമായി പ്രമാണങ്ങൾ വെച്ച് തുറന്നു കാണിക്കുന്നതിലൂടെ ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിന് കാരണം. ലവ് ജിഹാദിനെതിരെ ശക്തമായ ബോധവൽക്കരണം ക്രൈസ്തവർ നടത്തുന്നതുകൊണ്ട് പഴയതുപോലെ ഇവർക്ക് ഇരകളെ കിട്ടുന്നുമില്ല എന്നുള്ളതും കൂടിയാണ്.
ഇപ്പോഴാണെങ്കിൽ പല സഭകളുടെയും നേതൃത്വത്തിൽ ഇരിക്കുന്നവർ പോലും ഇസ്ലാമിനെതിരെ വീഡിയോകൾ ഇറക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ക്രൈസ്തവ യുവത്വത്തിൻ്റെ ആശങ്കകൾ സത്യമായ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ക്രൈസ്തവരായ ആളുകൾ അവരെ പിന്തുണയ്ക്കാൻ തുടങ്ങിയാൽ ഇസ്ലാമിസ്റ്റുകൾ പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ അവരുടെ അജണ്ട നിറവേറുകയില്ല. ജാമിദ് ടീച്ചറെ പോലെ കൂടുതൽ ആളുകൾ ഈ വിഷയത്തിൽ ക്രിസ്ത്യൻ ചെറുപ്പക്കാർക്ക് പിന്തുണയുമായി രംഗത്ത് വരരുത് എന്ന ചിന്തയിലാണ് ജാമിദ് ടീച്ചറിനെ തെറി വിളിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നത്. ജാമിദ് ടീച്ചറിനെ വർഗീയവാദിയാക്കി മുദ്രകുത്തിക്കൊണ്ടുള്ള തെറിവിളികൾ കണ്ട ഒരാളും ഭാവിയിൽ ക്രിസ്ത്യൻ യൂത്തിൻ്റെ ഇത്തരം പരിപാടികളിൽ സ്പീക്കറായിട്ട് വരികയില്ല. കാരണം ചുമ്മാ തെറി കേൾക്കാൻ ആർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞ് നടന്നിരുന്നവന്മാരെ കൊണ്ടുവരെ ഇസ്ലാമിസ്റ്റുകൾ ജാമിദ് ടീച്ചറിനെ തെറി വിളിപ്പിച്ചത്. കിരൺ തോമസ് എന്നൊരാളെ ജിഹാദികൾ ചൊറിയാൻ പോയപ്പോൾ വസ്തുതകൾ നിരത്തി അയാൾ മറുപടി പറഞ്ഞതോടെ കിരൺ തോമസിനെ സംഘിയാക്കിയും വർഗീയവാദിയാക്കിയും കുറേ പേര് ഫേസ്ബുക്കിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ഈ ഇരവാദ കരച്ചിൽ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും ചിരിപ്പിച്ചൊരു കമൻറ്റ് സന്തോഷ് ബാബു വയക്കൽ എന്നയാൾ ഇട്ടതാണ്. ആ ചങ്ങാതി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇസ്ലാം വിരുദ്ധത ക്രിസ്ത്യാനികൾക്ക് നല്ലതല്ല എന്ന്. അയാൾ പറയാണ് ഇസ്ലാം വിരുദ്ധത ക്രിസ്ത്യാനികൾക്ക് നല്ലതല്ല. അരിയും തിന്നു ആശേരിച്ചയും കടിച്ചു എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് കാരണവന്മാർ പറയുന്നത് ഇതാണ്. ക്രിസ്ത്യാനികൾക്ക് ഇസ്ലാം വിരുദ്ധതയാണോ ഉള്ളത്, അതോ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യൻ വിരുദ്ധതയാണോ ഉള്ളത്? ഏതാണോ ഉള്ളത്? ഖുർആനിൽ മുസ്ലിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സത്യവിശ്വാസികളെ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം. അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. സൂറ 9:123. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ബൈബിളിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അയൽക്കാരൻ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാൻ പറയുന്ന മുസ്ലിങ്ങളോട് വിരോധമാണെന്നാണ് ഈ ക്രിസ്ത്യൻ നാമധാരി പറയുന്നത്. ക്രിസ്ത്യാനികളെ സ്നേഹിതന്മാരാക്കരുതെന്ന് സൂറ 5:51 പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ച് നടക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങളുടെ ഈ അന്ധമായ ക്രിസ്ത്യൻ വിരോധം നന്നല്ല എന്ന് പറയാനുള്ള എല്ലുറപ്പ് ഇവനില്ല. ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത്, അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോട് പ്രയാസം പ്രകടമാക്കണം എന്ന് പറഞ്ഞ മുഹമ്മദിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് മുഹമ്മദ് പറഞ്ഞത് കേട്ട് ക്രിസ്ത്യാനികളോട് ഇത്തരം വർഗീയ ചിന്താഗതി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ ഇന്ത്യയിൽ നിങ്ങൾക്കത് നന്നല്ല, അത് ദോഷം ചെയ്യും എന്ന് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള നട്ടെല്ലും ഇവനില്ല. ഇത് രണ്ടുമില്ല. എന്തു പറഞ്ഞാലും തിരിച്ചാക്രമിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം ക്രിസ്ത്യാനികളുടെ തലയിൽ ചാർത്താനാണ് ഇവനൊക്കെ ഉത്സാഹം. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഈ മുസ്ലിം വിരോധം നന്നല്ല എന്ന്. നേരെ തിരിച്ചാണ് യഥാർത്ഥത്തിലുള്ളത്. അതാണ് പ്രമാണം അനുസരിച്ച് അത് തന്നെയാണ്, പ്രാക്ടിക്കലായിട്ടും അത് തന്നെയാണ്. നമ്മൾ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ടല്ലോ വാർത്തകൾ. നൈജീരിയയിൽ നിന്നായാലും സിറിയയിൽ നിന്നായാലും ഇറാഖിൽ നിന്നായാലും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നായാലും ഈജിപ്തിൽ നിന്നായാലും പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, വീഡിയോകൾ കാണുന്നുണ്ട്, വാർത്തകൾ വായിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ വിരോധമാണ് മുസ്ലിങ്ങളുടെ. കൊല്ലുകയാണ്, ചുമ്മാ ഇതൊന്നുമല്ല, ചെറിയ വിരോധത്തിൽ എടുത്തൊന്നുമല്ല, കൊല്ലുകയാണ്, അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യുകയാണ്. പാകിസ്ഥാനിലൊക്കെ അങ്ങനെയാണ്, കൊല്ലാക്കൊല തന്നെ ചെയ്യുകയാണ്. എന്നിട്ടും ഇവനൊക്കെ വന്ന് പറയുന്നത്, നമ്മളോട് പറയുകയാണ് ക്രിസ്ത്യാനികളുടെ മുസ്ലിം വിരോധം ശരിയല്ല എന്ന്. കാരണം ക്രിസ്ത്യാനികൾ ഇവനെ ഒന്നും ചെയ്യില്ല എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ്. അതേസമയം മുസ്ലിങ്ങളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ടി അങ്ങോട്ട് പോയ ആ ഷേപ്പിലായിരിക്കില്ല അവൻ മടങ്ങി വരിക. അത് ഇവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ക്രിസ്ത്യൻ ചെറുപ്പക്കാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ അത് സംഘപരിവാറിൻ്റെ അക്കൗണ്ടിലിടാനാണ് ഇവന്മാർക്കൊക്കെ താല്പര്യം. മതത്തിനും ജാതിക്കും അതീതമായി കേരളത്തിൽ ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും തികഞ്ഞ സൗഹൃദം പുലർത്തി ജീവിച്ചിരുന്ന ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരസ്യമായി ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ സംസാരിക്കുന്നത്? അതിനവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ കാരണങ്ങൾ അവരുടെ വെറും തോന്നലുകളാണോ അതോ യാഥാർത്ഥ്യങ്ങളാണോ? യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നുമല്ല ഇവർ നോക്കുന്നത്. പകരം ഒരൊറ്റ കാരണമാണ് പറയുന്നത്: സംഘപരിവാറിൻ്റെ അജണ്ടയിൽ ക്രിസ്ത്യൻ ചെറുപ്പക്കാർ വീണു എന്ന്. വളരെ സിമ്പിളായ എസ്കേപ്പിസമാണ് ഇത്. ചുമ്മാ സംഘപരിവാർ അജണ്ട എന്നങ്ങ് തള്ളിയാൽ മതി, കൂടുതലൊന്നും ചെയ്യണ്ട. അങ്ങനെ ഇത് സംഘപരിവാറിൻ്റെ തലയിൽ കൊണ്ടുവച്ചത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. ഇവന്മാരിതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല. ക്രിസ്ത്യൻ യുവത്വത്തിനെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ അങ്ങനെ തന്നെ പിന്നെ അവശേഷിക്കുകയാണ്. അത് ഇവന്മാർ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സിലായോ? അത് തുറന്നുകൊണ്ടിരിക്കുന്ന കാലത്തോളം
സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞ അവരുടെ ആശങ്കകളെ തള്ളിക്കളയുന്നത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ സുഗമമായി പ്രവർത്തിപ്പിക്കാൻ ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് സാധിക്കും. അവരത് പിന്നെ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് വേണ്ടത്ര അവബോധമില്ലെങ്കിൽ ആ കാര്യം പിന്നെയും സമൂഹത്തിൽ തുറന്നുകൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്കറിയാം. ഇന്ന് ക്രൈസ്തവ യുവത്വം എന്തൊക്കെ പ്രശ്നങ്ങളുടെ പേരിലാണോ ക്ലബ് ഹൗസിൽ പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായി മുന്നോട്ട് വന്നത്, ആ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് സംഘപരിവാറിൻ്റെ അജണ്ടയിൽ വീണതുകൊണ്ടാണ് ക്രിസ്ത്യൻ ചെറുപ്പക്കാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അത് വർഗീയതയാണെന്ന് പറഞ്ഞ് അവരെ അവഹേളിക്കും തോറും ക്രൈസ്തവ യുവത്വം കൂടുതൽ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ആത്യന്തികമായി അതൊരു സമുദായ ധ്രുവീകരണത്തിലേക്ക് കേരള സമൂഹത്തിനെ കൊണ്ടുപോകും. മനസ്സിലായോ? അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞ് ചിത്രം വ്യക്തമായി വരുമ്പോൾ നാം കാണുന്നത് മുസ്ലിങ്ങൾ ഒരു ഭാഗത്തും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറുഭാഗത്തുമായിരിക്കും. സംഘപരിവാറും ക്രിസ്ത്യാനികളും എന്നല്ല ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്നാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അത്ര നല്ലതായിരിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബുദ്ധിയുള്ള ഗൗളി വാതിലിൻ്റെ ഇടയിൽപ്പെട്ട് ചാകുമെന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ കാര്യങ്ങൾ. അതിബുദ്ധിയോടെയാണ് ഇവർ കേരളത്തിലെ ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിപ്പിക്കാനായി ഓരോരോ തന്ത്രങ്ങൾ മെനയുന്നത്. പക്ഷെ അത് തിരിച്ചടിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾക്ക് നേരെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും നേരെയാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യവും വിശ്വാസവും പ്രചരിപ്പിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്നേഹസംവാദം എന്ന പരമത നിന്ദാ പരിപാടിയുമായി എം അക്ബർ രംഗത്ത് വന്ന കാലത്ത്, അതിൻ്റെ ആരംഭകാലത്ത് ധാരാളം അമുസ്ലിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി മതം മാറ്റി മുസ്ലിമാക്കാനും അതുവഴി കേരളത്തിൽ ഇസ്ലാമിക ജനസംഖ്യ വർദ്ധിപ്പിക്കാനും അവർക്ക് സാധിച്ചിരുന്നു. തുടക്കത്തിൽ മറ്റുള്ള എല്ലാ ഇസ്ലാമിക വിഭാഗങ്ങളും അതിനെതിരെ ഒരക്ഷരം പോലും പറയാതെ ഈ അക്ബറിന് സപ്പോർട്ട് ചെയ്യുകയാണെന്ന് ഉണ്ടായത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അതേ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് ക്രിസ്ത്യാനികൾ അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അല്ലാഹുവും മുഹമ്മദും ഖുർആനും എയറിലായിരിക്കുന്നത്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഇത് കാരണം ഇസ്ലാം ഉപേക്ഷിക്കുകയുണ്ടായി. സ്നേഹസംവാദം വഴി കിട്ടിയതിൻ്റെ എത്രയോ മടങ്ങ് മുസ്ലിങ്ങളാണ് ഇസ്ലാം ഉപേക്ഷിച്ചു പോയത്. അതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ നൂലാമാലകളെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് അന്യമതസ്ഥരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രേമിച്ച് മതം മാറ്റുന്ന ലവ് ജിഹാദ് എന്ന നാറിയ പരിപാടി ഇവർ തുടങ്ങിയപ്പോൾ ആരംഭകാലത്ത് കുറേ പേരെ ഇസ്ലാമിലേക്ക് ഇവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഈ അപകടം തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തങ്ങളുടെ മക്കൾക്ക് ബോധവൽക്കരണം നൽകാൻ തുടങ്ങിയതോടെ മുസ്ലിങ്ങളെ അമുസ്ലിങ്ങൾ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്തത്. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന മക്കളോട് അമുസ്ലിം മാതാപിതാക്കൾ ആദ്യം ചോദിക്കുന്നത് ഹോസ്റ്റലിലെ റൂംമേറ്റ് ആരാണെന്നാണ്. മുസ്ലിം ആണെന്നറിഞ്ഞാൽ ആ റൂം മാറി വേറെ റൂം നോക്കാൻ മക്കളോട് നിർദ്ദേശിക്കുന്ന മാതാപിതാക്കളുള്ള നാടായി കേരളം മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മാതാപിതാക്കളെ വർഗീയവാദികളെന്നും സംഘപരിവാർ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നവരെന്നും വിളിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. വർഗീയവാദി പട്ടം കിട്ടിയാലും ഒരു പ്രശ്നവും ഇല്ല. മക്കളുടെ ജീവിതം നശിക്കരുതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരെങ്ങനെയാണ് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുന്നത്? എങ്ങനെയാണ്? ഫലത്തിൽ ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് വന്നിരിക്കുന്നത്. ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് മുസ്ലിങ്ങൾക്കെതിരായിട്ട് വന്നു. അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നതിന്. അത് എല്ലാ മുസ്ലിങ്ങളും ലവ് ജിഹാദായിട്ട് നടക്കുന്നൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ, ചില സംഘടനകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ബാധിക്കപ്പെട്ടത് എല്ലാ മുസ്ലിങ്ങളുമാണ്. ഇപ്പോൾ അതിനേക്കാൾ ഒരു പടി കൂടെ കടന്ന് വേറൊരു കാര്യം മുസ്ലിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തെ ഇര മലപ്പുറത്തുകാരനായ സഖാവ് ഗിൽബർട്ടാണ്. ഒരു അമുസ്ലിം കുടുംബത്തിലുള്ളവരെ അയൽവക്കത്തുള്ള മുസ്ലിം കുടുംബങ്ങളെ ഉപയോഗിച്ച് പണവും മറ്റും വാഗ്ദാനം ചെയ്ത് മതം മാറ്റുന്നതാണ് ഈ പുതിയ പരിപാടി. ഇപ്പോൾ നമ്മുടെ അയൽവക്കത്ത് ഒരു മുസ്ലിം കുടുംബം താമസിക്കുന്നു, നമ്മളോട് നല്ല സ്നേഹമാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പൊതുവെ അങ്ങനെയാണല്ലോ കേരളത്തിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഭയങ്കരമായ വർഗീയത തലയ്ക്ക് പിടിച്ച മുസ്ലിങ്ങളല്ലാതെ സാധാരണഗതിയിലുള്ള മുസ്ലിങ്ങളൊക്കെ അയൽവക്കത്ത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും സ്നേഹത്തിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ മുസ്ലിം കുടുംബങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ അമുസ്ലിം കുടുംബത്തിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ ഉപയോഗിച്ചിട്ട് ഈ അമുസ്ലിം കുടുംബങ്ങളിലുള്ള സ്ത്രീകളെ മതം മാറ്റുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവന്മാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരാൾ സ്വമേധയാ അയാൾക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നതിനോ ഞങ്ങളെതിരല്ല. അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്.
അക്കാര്യം ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഏതിൽ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട അത് അയാളുടെ ഫ്രീ വില്ലാണ്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ദൈവം നൽകിയതാണ് അയാൾക്ക്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ദൈവം സകല മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ദൈവം നൽകിയ ആ സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കാൻ ഞാൻ ആളല്ല. ഇപ്പം ഞാൻ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ഒരാളാണ്, ഉപയോഗിച്ച ആളാണ്. എൻ്റെ മാതാപിതാക്കളൊക്കെ ഹിന്ദുക്കളായിരുന്നു. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ 21 വയസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി. അതിന് മുമ്പേ തന്നെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മതം നിഷേധിച്ചിരുന്നു. ഞാൻ നിരീശ്വരവാദത്തിലേക്ക് പോയിരുന്നു. പിന്നീട് നിരീശ്വരവാദത്തിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ അതേ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ, തനിക്ക് ശരിയെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യം അത് ഉപയോഗിച്ച്, ദൈവം നൽകിയ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ ക്രിസ്തുവിലേക്ക് വന്നത്, ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായി തീർന്നത്. അപ്പോൾ അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല, അത് ഏതൊരാളുടെയും സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഒരാളെ കള്ളം പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് പണമോ മറ്റു ഭൗതിക വസ്തുക്കളോ പാരിതോഷികമായി നൽകിക്കൊണ്ടോ മതം മാറ്റുന്നത് ചീപ്പ് പരിപാടിയാണ്. CPM നീരോൽപാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും CITU തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന സഖാവ് ഗിൽബർട്ടിന്റെ ഭാര്യയെയും മകനെയുമാണ് അയൽപക്കത്തുള്ള മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിലേക്ക് മതം മാറ്റുന്നത്. ഇവർക്ക് ഈ കൊണ്ടുപോയവർക്ക് ആർക്കും ഈ മനുഷ്യത്വത്തിന്റെ ഒരു ലെവലേശം കണികയുണ്ടായില്ല. അവനവന്റെ വീട്ടിൽ ഒരു കുട്ടീനെ കൊണ്ടുപോകുമ്പോഴാണ് ഇവർക്ക് ഇതിന്റെ വേദന മനസ്സിലാവുള്ളൂ. വളരെ വേദന. ഇപ്പൊ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ ഫോണിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അതേ അവസ്ഥയാണ് ഞാൻ നിൽക്കുന്നത്. ടാക്സി ഡ്രൈവറായ ഗിൽബർട്ട് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സമീപവാസികളായ മുസ്ലിം സ്ത്രീകൾ വീട്ടിലെത്തി ക്യാൻവാസ് ചെയ്താണ് ഭാര്യയെയും മകനെയും ഇസ്ലാമിലേക്ക് മാറ്റിയെടുത്തത്. ഈ ബുഷറ എന്ന് പറഞ്ഞ സ്ത്രീ ഇവര് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ വരികയോ പോവുകയൊക്കെ ചെയ്യും. നമ്മളത് മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഈ സ്ത്രീ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മതം മാറിക്കോ? നിങ്ങൾ മതം മാറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഈ അലച്ചിൽ ഒന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ നമ്മൾ ക്രിസ്ത്യനായാലും മതം അങ്ങനെ ജീവിക്കണം എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് എന്നെ കിട്ടില്ല എന്നുള്ള ഉറപ്പ് മേലാണ് ഇവരെ കൊണ്ടുപോയത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, ഞാൻ ടാക്സി ഫീൽഡാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവര് എല്ലാ സ്ത്രീകളും എൻ്റെ വീടിന്റെ മുറ്റത്തുണ്ടാവും. അയൽപക്ക ഉള്ള സ്ത്രീകളെല്ലാം എൻ്റെ വീടിന് ചുറ്റും ഇരുന്ന്, അപ്പൊ ഇവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കോട്ട് നമ്മൾ പോകുന്നത് ശരിയാണോ? അത് ഞാൻ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം എസ്കേപ്പ് ആവും. ഇവരിങ്ങനെ സ്ത്രീകൾ അടുത്ത് ഇടപെടുന്നത് എനിക്കൊരു സംശയത്തിന്റെ ഇട കൊടുക്കാൻ ഞാനത് സംശയത്തോടെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സ്നേഹത്തോടെയും ഇത്രയും കാര്യമായിട്ട് നിന്ന ഒരു സ്ത്രീ അയൽപക്ക സംവിധാനത്തിലെ ഇവര് എന്നെ തന്നെ പൂർണ്ണമായി എന്നെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് ഈ മതപരിവർത്തന നേതൃത്വം കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കമ്പിളിയിൽ ലത്തീഫ്, ഞങ്ങളൊക്കെ കുഞ്ഞോൻ എന്നാണ് വിളിക്കല്. ആ കുഞ്ഞോനും അതേപോലെ ഹിറാനേഴ്സിന് നടക്കുന്ന ഒരു ഷാഹുൽ കമീൻ എന്ന വ്യക്തിയും കോട്ടിയാടൻ ഇസ്മായിൽ ഒരു ബേക്കറി നടത്തുന്നതാണ്. എൻ്റെ ഭാര്യ ആ ബേക്കറിയിലാണ് പണിക്ക് പോകുന്നത്. ഇവരിങ്ങനെ 3 പേരും കൂടി ആലോചിച്ച് ഇത് മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നെന്ന് ഞാൻ പുറത്തുനിന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മതം മാറിയാൽ 25 ലക്ഷവും വീടും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഗിൽബർട്ടിന്റെ ഭാര്യ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് ഗിൽബർട്ട് കേട്ടിരുന്നു. അതായത് പണം കൊടുത്തുള്ള മതം മാറ്റമാണ് ഇത്. പഞ്ചായത്തിലെ മെമ്പറാണ്. ആ മെമ്പർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വീട് നന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീയും ഈ കൂട്ടത്തിൽ ഉണ്ട്. പഞ്ചായത്ത് മെമ്പറുടെ പേര് നസീമ യൂനസ്. നസീമയുടെ ഭർത്താവാണ് യൂനസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥനാണ് അയാൾക്ക് മുഖ്യ പങ്കുണ്ട് ഇതില്, ഈ മതം മാറ്റുന്നില്ല. നാട്ടിലേക്ക് വിളിക്കുമ്പോൾ ഇവളിങ്ങനെ ഇങ്ങനെ ഓഫർ തന്നിട്ടുണ്ട്, 25 ലക്ഷവും വീടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അമ്മ പറയും അങ്ങനെ മതം മാറിയിട്ടുള്ള ജീവിതം വേണ്ട എന്നുള്ളത് അമ്മയെ അങ്ങനെ പറയാറുണ്ട്. ഇവള് ഇടയ്ക്ക് പറയാറുണ്ട്, ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ പൈസ കിട്ടും മതം മാറിയാൽ, അതിന് ഇങ്ങനെയുള്ള സംഘടനകളുണ്ട്. IS എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ നമ്മൾ ഇപ്പൊ തീവ്രവാദ സംഘടന എന്നാണ് അറിയപ്പെടുന്നത്. ഇവള് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനിത് എന്തിനാ ഇതൊക്കെ നീ അറിയും, ഇതാരാ നിന്നോട് ചോദിക്കുന്നത്? അപ്പം ബുഷറ പറയും, അല്ലെങ്കിൽ കൊലുസ് പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ പെണ്ണുങ്ങളുടെ വിഷയമായതുകൊണ്ട് നമ്മൾ അതൊക്കെ വെറുതെ അവർക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചറിയുന്നതെന്ന് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കോഴിക്കോടുള്ള മതപഠന കേന്ദ്രമായ തർബിയത്തിലാണ് ഗിൽബർട്ടിന്റെ ഭാര്യയും മകനും ഇപ്പോൾ ഉള്ളത്. അവിടെ ചെന്ന ഗിൽബർട്ടിന് ഭാര്യയോടും മകനോടും ഒന്ന് സംസാരിക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല. പോലീസിനെ പോലും അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖദാറിലെ തർബിയത്തിൽ നിന്നാണ് ഭാര്യനെ മോനെ കണ്ടെത്തുന്നത്. ഞങ്ങൾ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ വളരെ മോശമായിട്ടുള്ള അങ്ങോട്ട് കടക്കാൻ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെയാണോ ജീവിച്ചു പോകുന്നതെന്ന് നമുക്ക് ഒരു ഭീതി ജനിപ്പിക്കുന്ന അന്തരീക്ഷമായിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നത്.
അത് നമുക്ക് അങ്ങ് ഗേറ്റ് കടന്ന് അങ്ങോട്ട് ഉള്ളിൽ ഇത് കയറാൻ പറ്റാത്തൊരു സാഹചര്യം. അവിടെ ചെന്നപ്പോൾ പോലീസുകാരെ അങ്ങോട്ട് കയറ്റാൻ അവർ സമ്മതിക്കുന്നില്ലാത്തൊരു ഒരു രീതി കണ്ടിരുന്നു. എൻ്റെ കുട്ടിയോടോ എൻ്റെ ഭാര്യയോടോ എനിക്ക് സംസാരിക്കാനുള്ള യാതൊരു വോയിസും ഇല്ല. അവിടെ ഒരു ആളോട് സംസാരിക്കാൻ, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പോലും സാധിക്കത്തില്ലാത്ത, സംസാരിച്ചോ അത് അവിടെ നിൽപ്പുണ്ടല്ലോ, അതാ അത്ര ഇങ്ങനെ അകലെ അവരുടെ മുന്നിൽ നിന്ന് ഒന്ന് എനിക്കെൻ്റെ കാര്യം പറയണ്ടേ, അതിന് വരെ ഇവരെനിക്ക് അവസരം തന്നിട്ടില്ല. ഇത് മലപ്പുറത്ത് മാത്രമല്ല നടന്നിരിക്കുന്നത്, എറണാകുളത്തും കോട്ടയത്തും ഒക്കെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ പിന്തുണയുണ്ടാകും എന്ന തെറ്റിദ്ധാരണയിൽ ഗിൽബർട്ട് ഇതിനെതിരെ മുന്നോട്ട് വന്നതുപോലെ മറ്റുള്ളവർ മുന്നോട്ട് വരാത്തതുകൊണ്ട് ഇക്കാര്യം പരസ്യമാകുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അയൽവക്കത്തൊക്കെയുള്ള ക്രൈസ്തവരായ ആളുകൾ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളുടെ അയൽവക്കത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. ഞങ്ങൾക്കപ്പോൾ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. മുസ്ലിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും, കുറേ ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇതുമൂലം മുസ്ലിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നഷ്ടം എന്താണെന്നുള്ള കാര്യം ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല. ഈ വാർത്ത ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഫ്ലാഷ് ആയതാണ്, ഈ ഗിൽബർട്ടിൻ്റെ കാര്യം. ഹിന്ദുക്കളുടെ നിയന്ത്രണത്തിലുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ക്രിസ്ത്യാനികളുടെ നിയന്ത്രണത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ഈ പോസ്റ്റുകളൊക്കെ ഇട്ട് ചർച്ച നടത്തി. ഇതൊക്കെ വൈറലായി കഴിഞ്ഞാണ് അവിടങ്ങളിലൊക്കെ. അത്തരം പോസ്റ്റുകൾക്ക് താഴെ വന്ന് പലരും തങ്ങളുടെ അയൽവക്കത്ത് നടന്ന സമാന സംഭവങ്ങളെക്കുറിച്ചൊക്കെ കമൻറ്റുകൾ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന അമുസ്ലിങ്ങളായ കുടുംബനാഥന്മാരിൽ പലരും ഇനി മുതൽ തങ്ങളുടെ ഭാര്യമാരോടും മക്കളോടൊക്കെ പറയും, അയൽവക്കത്തെ മുസ്ലിം വീടുകളിലേക്ക് പോകണ്ടെന്ന്, അവിടെ നിന്നുള്ളവർ ഇങ്ങോട്ട് വന്നാൽ അധികം മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട എന്ന്. ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പേ തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളന്ന് ദീർഘവീക്ഷണത്തോടെ പറഞ്ഞിട്ടുണ്ട്, ഭാവിയിൽ ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, മുസ്ലിങ്ങൾക്ക് ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്, എഴുതി വെച്ചോ എന്നൊക്കെ ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുമുണ്ട്. ഇതും അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോ. ഭാവിയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരിക്കുന്ന കുടുംബനാഥന്മാർ അവരുടെ കുടുംബത്തിനകത്ത് ഭാര്യമാരോടും അവരുടെ മക്കളോടും പറയും, അയൽവക്കത്തെ മുസ്ലിം വീടുകളിലേക്ക് അധികം പോകണ്ട, അവിടെ നിന്നുള്ളവർ സ്ത്രീകളൊക്കെ ഇങ്ങോട്ട് സംസാരിക്കാനായിട്ട് വന്നാൽ അധികം മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടെന്ന്. ഫലത്തിൽ ലവ് ജിഹാദ് കാരണം ഒറ്റപ്പെട്ടു പോയ മുസ്ലിങ്ങളെ ഇത് ഒന്നുകൂടി ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ലവ് ജിഹാദ് പോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുടെ ഇത്തരം ഇടപാടുകൾ സജീവമാകുകയും അമുസ്ലിം സ്ത്രീകളെ അയൽവക്കത്തുള്ള മുസ്ലിം സ്ത്രീകൾ പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നത് ഒരു തുടർക്കഥയാകുകയും ചെയ്താൽ അത് നമ്മുടെ സാമൂഹിക സന്തുലിതാവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റം എത്ര ഭയാനകമായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് അനുഭവിച്ചറിയേണ്ടി വരും. ആരെങ്കിലും പറഞ്ഞിട്ട് അറിയുകയല്ല, അനുഭവിച്ചു തന്നെ അറിയും. നിങ്ങളിതൊക്കെ അനുഭവിച്ച് തന്നെ അറിയും. അന്ന് നിങ്ങൾ കരയും, ദുഃഖിക്കും, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഭാര്യയെയും മകനെയും രക്ഷിക്കാൻ പാർട്ടിയോട് ഗിൽബർട്ട് സഹായം ചോദിച്ചെങ്കിലും CPM നിന്നത് മതം മാറ്റ സംഘത്തിനൊപ്പമായിരുന്നു എന്നും ഗിൽബർട്ട് പറയുന്നുണ്ട്. ഞാൻ CPMന്റെ പാർട്ടി നീരാൽപ്പാലം ബ്രാഞ്ച് അംഗമാണ്, CITUവിൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറാണ്, തിരുരങ്ങാടി ഏരിയ കമ്മിറ്റി മെമ്പറാണ്. ആ പറയുന്ന എനിക്ക് ഈ അവസ്ഥ വരുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പൊതുജനം ചിന്തിക്കണം. പാർട്ടിയിൽ സംസാരിച്ചിട്ടുണ്ട്, പാർട്ടിയിൽ കാര്യങ്ങൾ അവിടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇടപെടൽ വരുന്നില്ല. അവരോട് ഇത് പറയുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലാത്ത രീതിയിൽ അവരുടെ ടോണ് നമ്മളോട് പെരുമാറ്റം വന്ന് CPIM എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇസ്ലാം മുഹമ്മദിസ്റ്റ് എന്നാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അയാളെ കുറ്റം പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അവസ്ഥ. മലപ്പുറം സമ്മേളനത്തിന് ശേഷം മുസ്ലിങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യേക നയം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ഏതൊരു പ്രശ്നത്തിലും നീതിയും ന്യായവും നോക്കിയിട്ടല്ല മാർക്സിസ്റ്റ് പാർട്ടി ഇടപെടുക. മുസ്ലിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടിയെ പാർട്ടി എടുക്കുകയുള്ളൂ. ഗുരുവായൂർ ഭാഗത്ത് എൻ്റെ സുഹൃത്തായ ഒരു BJP-കാരനുണ്ട്. അദ്ദേഹം പണ്ട് ഒരു ഉറച്ച സഖാവായിരുന്നു. നാട്ടിലുള്ള കുറച്ച് മുസ്ലിങ്ങളുമായി ഇദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളുണ്ടായി വ്യക്തിപരമായിട്ട്. അതിപ്പോൾ ജാതി മതം നോക്കിയിട്ടൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് മതമൊന്നൊരു വിഷയമായിരുന്നില്ല, ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ന്യായം എൻ്റെ ഈ സുഹൃത്തിൻ്റെ ഭാഗത്തായതുകൊണ്ട് പാർട്ടി കൂടെ നിൽക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷെ പാർട്ടി മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കലിപ്പിൽ അദ്ദേഹം പാർട്ടി വിട്ട് BJP ചേർന്നു. ഇങ്ങനെ കുറേ പേരെ എനിക്കറിയാം, BJP-കാരായിരിക്കുന്നവർ എന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. ഫോണിൽ വിളിക്കുകയും സംസാരിച്ച് വരുമ്പോഴാണ്
അവർ പറയുന്നത് ഇന്ന വിഷയം കൊണ്ടാണ് മുസ്ലിങ്ങളുമായിട്ടൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, ഞാൻ മുമ്പ് വേറെ പാർട്ടിയായിരുന്നു, മുസ്ലിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാർട്ടി അവരോടൊപ്പം നിന്നു, എൻ്റെ ഭാഗത്ത് ന്യായം മൈൻഡ് ചെയ്ത് പോലും ഇല്ല, അങ്ങനെ ഞാൻ BJP ചേർന്നതാണെന്ന്. അപ്പോൾ ഈ ഇസ്ലാം പ്രീണനം കൊണ്ട് ആത്യന്തികമായിട്ടുണ്ടാകാൻ പോകുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെ പ്രശ്നമാണ്. CPM-നെ സംബന്ധിച്ച് ഇത് സർവ്വസാധാരണമായൊരു കാര്യമാണ്. എന്ത് വിഷയം വന്നാലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് വേറൊരു സംഭവം ഉണ്ടായി. രാഹുൽ കോട്ടാങ്ങൽ എന്ന ഒരു DYFI പ്രവർത്തകൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ വേണ്ടി ഹിജ്റ പോയി അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കിടക്കുന്ന 4 മുസ്ലിം സ്ത്രീകളെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടത്. ജൂൺ 13-നാണ് രാഹുൽ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. 3 ദിവസം കഴിഞ്ഞ് ജൂൺ 16-ന് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിലും മതനിരപേക്ഷ സമൂഹത്തിന് ചേരാത്ത നിലയിലുമുള്ള നവമാധ്യമ രംഗത്തെ നിരന്തര ഇടപെടലുകൾ കൊണ്ടും DYFIയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുൽ എന്നയാളെ DYFI കോട്ടാങ്ങൽ മേഖലാ കമ്മിറ്റി പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ ഗിൽബർട്ടിനെയും പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. ആ പാർട്ടിയിലുള്ള അമുസ്ലിങ്ങൾ, അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിരീശ്വരവാദികളുമായ ആളുകൾ, പാർട്ടി അംഗങ്ങളുണ്ടല്ലോ, അവർ മുസ്ലിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നത് ഒന്നും പറയാതെ, മുസ്ലിങ്ങളെ ഒട്ടും വേദനിപ്പിക്കാത്ത വിധത്തിൽ സംസാരിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ അവർക്ക് ഈ പാർട്ടിയിൽ നിലനിന്ന് പോകാൻ പറ്റുകയുള്ളൂ. അല്ലാത്തവരെയൊക്കെ പാർട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, കോൺഗ്രസ് പാർട്ടിയുടെ കാര്യവും ഇത് തന്നെയാണ്. അവിടെയും അന്ധമായ മുസ്ലിം പ്രീണനമാണ് നടക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അല്ലാണ്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ കോൺഗ്രസ് ഡീസൻ്റാന്ന് വിചാരിക്കേണ്ട. അത് പണ്ട് മുതലേ ഇസ്ലാമിക പ്രീണനമായിട്ട് അതിന് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനകത്തുള്ള നേതാക്കന്മാരെല്ലാം മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഭയങ്കര മത്സരമാണ്. അതിപ്പോൾ ഉമ്മൻചാണ്ടി ആയാലും ഉമ്മൻചാണ്ടിയുടെ മോനായാലും VD സതീശനായാലും പ്രതാപനായാലും ആരായാലും അതിനകത്ത് അങ്ങനെ എടുത്തു പറയാമെന്നില്ല, എല്ലാവരും മുസ്ലിം പ്രീണനത്തിന് വേണ്ടി മത്സരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കേസായതുകൊണ്ട് എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് ഭയങ്കരമായ ദോഷം പാർട്ടിക്കും ചെയ്യുന്നു മാത്രമല്ല, മുസ്ലിങ്ങൾക്കും ആത്യന്തികമായ ദോഷം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയായാലും ശരി, കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ക്രൈസ്തവ നാമധാരികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്: ക്രിസ്തുവിനെയും ബൈബിളിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും പുറകിലെറിഞ്ഞു കളഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു നേട്ടവും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആശ്രയം വയ്ക്കുന്ന പാർട്ടിക്കാർ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. നിങ്ങൾ അതിന് വിഘാതമായി വരുന്നെന്ന് കണ്ടാൽ അവർ നിങ്ങളെ പിടിച്ച് പുറത്താക്കും, നിങ്ങളെ കൈവിടും. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിനും ബൈബിളിനും വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശുക്രിസ്തു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ബൈബിളിൻ്റെ ഉപദേശങ്ങൾ എന്താണെന്ന് പഠിച്ച് അതനുസരിച്ച് ജീവിക്കുകയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ആ ഉപദേശങ്ങൾ പഠിപ്പിച്ച് വളർത്തുകയും ചെയ്താൽ ഇതുപോലെ ഒരാൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെയും വഞ്ചിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ആരിലാണ് ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ. ആ ഒരു തിരിച്ചറിവ് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകണം. ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന യേശു ക്രിസ്തു ആരാണ്, അവൻ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, ഇനി എനിക്ക് വേണ്ടി ഭാവിയിൽ എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്തുകൊണ്ട് അവൻ്റെ സാക്ഷിയായി ഇവിടെ ജീവിക്കണം എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവ്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെയുള്ള ആ ഒരു തിരിച്ചറിവ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കണം. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഒരു കാര്യം പറയുന്നുണ്ട്: നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. എഫേസ്യർ 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. അതിൻ്റെ 13-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്: വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു എന്ന്. എഫേസ്യർ 4:13. ഒരു ക്രിസ്ത്യാനിയെ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ
മനുഷ്യർ കൗശലപൂർവം ഓരോരോ വക്രതയാർന്ന ഉപദേശങ്ങളും കൊണ്ടുവരുമ്പോൾ വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ വളർച്ചയിലും മാത്രമേ ആ ദുരുപദേശങ്ങളുടെ കാറ്റിൽ ഒരു ക്രിസ്ത്യാനി ആടിയുലയുകയോ തൂത്തെറിയപ്പെടുകയോ ചെയ്യാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഏതൊരു ക്രിസ്ത്യാനിയും ബൈബിളിലേക്ക് തിരിഞ്ഞേ മതിയാവുകയുള്ളൂ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മറ്റൊരു രക്ഷാമാർഗമില്ല. സഭകളുടെ നേതാക്കന്മാരായിരിക്കുന്നവർ വരെ ചിലപ്പോൾ കോംപ്രമൈസുകൾക്ക് തയ്യാറായേക്കും. അല്ലെങ്കിൽ മനുഷ്യരാലുള്ള മാനം ആഗ്രഹിച്ചുകൊണ്ട് മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് ഈന്തപ്പഴത്തിനും വിമാന ടിക്കറ്റിനും വേണ്ടി നിങ്ങളെ വിറ്റ് കളഞ്ഞേക്കാം. അത്തരത്തിലുള്ള പലരെയും നാം കാണുന്നുണ്ട്. ഭൂമിയിലുള്ള മനുഷ്യരിൽ നിങ്ങൾ ആശ്രയമോ പ്രത്യാശയോ വെക്കേണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ചാൽ, ദൈവവചനത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല എന്നാണ് സങ്കീർത്തനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ, ദൈവത്തിൽ നമ്മെ തെറ്റിച്ചു കളയാൻ ശ്രമിക്കുന്ന ഇത്തരം പൈശാചിക ആശയങ്ങളോട് സന്ധിയില്ലാ സമരം നടത്തി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ നാം ഏക മനസ്സോടെ തയ്യാറാവുക. ദൈവം അതിന് നമ്മളെ തീർച്ചയായും സഹായിക്കും. അതുപോലെ തന്നെ ഞങ്ങളെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളോടൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മതത്തിൻ്റെ ആശയ പാപ്പരത്വമാണ് നിങ്ങളീ കാണുന്നത്. മനുഷ്യർക്ക് കൊടുക്കാൻ ഒരു സന്ദേശം നിങ്ങളുടെ കയ്യിലില്ല. മറ്റ് മതങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ കയ്യിലുമുള്ളൂ. പേരിന് വ്യത്യാസമുണ്ടെന്ന് മാത്രം. നിങ്ങൾക്ക് നിസ്കാരമുണ്ട്, മറ്റു മതങ്ങളിൽ പ്രാർത്ഥനയുണ്ട്. മുസ്ലിങ്ങൾക്ക് നോമ്പുണ്ട്, മറ്റു മതക്കാർക്ക് ഉപവാസമുണ്ട്. മുസ്ലിങ്ങൾക്ക് സക്കാത്തുണ്ട്, മറ്റു മതക്കാർക്ക് ദാനധർമ്മങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് പെരുന്നാളുകളുണ്ട്, മറ്റു മതക്കാർക്ക് ഉത്സവങ്ങളും പെരുന്നാളുകളും ഉണ്ട്. മുസ്ലിങ്ങൾ മോസ്കിൽ പോകുന്നു, മറ്റു മതക്കാർ ദേവാലയങ്ങളിൽ പോകുന്നു. മുസ്ലിങ്ങൾ ഹജ്ജിന് പോകുന്നു, മറ്റു മതക്കാർ തീർത്ഥാടനത്തിന് പോകുന്നു. മുസ്ലിങ്ങൾക്ക് അല്ലാഹുവും പ്രവാചകനും ഉണ്ട്, മറ്റു മതക്കാർക്ക് അവരുടെ ദൈവങ്ങളും അവതാരങ്ങളും അല്ലെങ്കിൽ പ്രവാചകന്മാർ ഇതൊക്കെയുണ്ട്. പേരല്ലേ മാറുന്നുള്ളൂ, സംഗതിയൊക്കെ ഒന്ന് തന്നെയല്ലേ. ഇസ്ലാമിന് മാത്രം സ്വന്തമായി ഉള്ളതെന്ന് പറയാൻ ആകെ വിരലിലെണ്ണാവുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ മറ്റു മതങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. സ്വന്തം എന്ന് പറയാൻ കുറച്ചേ ഉള്ളൂ. എന്തൊക്കെയാണ്? മതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടി ആകുന്നത് വരെ അവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്ന ജിഹാദ്, അത് ഇസ്ലാം മതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു മതത്തിലുമില്ല. പിന്നെ ഒരേ സമയം 4 പെണ്ണിനെ കെട്ടാനുള്ള അനുമതി, അതും ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, മറ്റ് മതങ്ങളിലില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിലതല്ലാതെ വേറെ എന്താണ് ഇസ്ലാമിന് മാത്രം സ്വന്തമായിട്ടുള്ളത്? യാതൊന്നുമില്ല. അമുസ്ലിമിൻ്റെ കഴുത്തറക്കുക, മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പെണ്ണ് കെട്ടി മക്കളെ ഉണ്ടാക്കുക എന്നീ സംഗതികളല്ലാതെ വേറെ എന്താണ് ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാനുള്ള പ്രത്യേകമായ എന്തെങ്കിലും ഒരു കാര്യം? ആത്മീയമായ ഒന്നും തന്നെയില്ല. ആത്മീയമായ ഒന്നും ഇസ്ലാമിന് മാത്രം എന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല. സകലതും മറ്റ് മതങ്ങളുടെ കോപ്പിയാണ്, ഒക്കെ കോപ്പിയടിയാണ്. ഇസ്ലാമിലുള്ള നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, സക്കാത്താകട്ടെ, പെരുന്നാളുകളാകട്ടെ, ആത്മീയമായ മറ്റ് എന്ത് കാര്യങ്ങളുമാകട്ടെ, അതെല്ലാം ഏതേത് മതങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് ഞങ്ങൾ വിശദീകരിച്ചു തരാം. ഒരെണ്ണം പോലും ഇസ്ലാമിൻ്റെ സ്വന്തം എന്ന് പറയാനില്ല. സകലതും കോപ്പിയടിയാണ്. നിസ്കാരമായാലും ഹജ്ജായാലും നോമ്പായാലും എന്തായാലും. ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ലോകത്തിലെ എല്ലാ മനുഷ്യരോടും പറയാൻ ഒരു സന്ദേശമുണ്ട്. സുവിശേഷം എന്ന സന്ദേശം ലജ്ജ കൂടാതെ എവിടെയും പറയാൻ പറ്റുന്ന സന്ദേശമാണത്. മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന സന്ദേശമാണ്. എന്നെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ്. എൻ്റെ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. 21-ാം വയസ്സിൽ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതവും അതിനുശേഷമുള്ള എൻ്റെ ജീവിതവും എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലോ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. അത് സത്യമാണെന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. എന്നെപ്പോലെ അനേകർ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകുന്നത് അവരവരുടെ ജീവിതത്തിൽ അവരത് അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഒരു സന്ദേശം അവർ കേട്ടു, അതിലവർ വിശ്വസിച്ചു, അതവരെ രൂപാന്തരപ്പെടുത്തി. മുസ്ലിങ്ങൾക്ക് ലോകത്തിനോട് പറയാൻ ഇങ്ങനെ ഒരു സന്ദേശമില്ല. അതുകൊണ്ടാണ് അവർ അമുസ്ലിം രാജ്യങ്ങളിൽ മറ്റ് മതക്കാരെ കുറ്റം പറഞ്ഞും മുസ്ലിം രാജ്യങ്ങളിൽ അമുസ്ലിങ്ങളെ പീഡിപ്പിച്ചും ഇസ്ലാം മതമാണ് ശരിയെന്ന് പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, അവശേഷിക്കുന്നുണ്ടെന്നുള്ള ഞാൻ ഊന്നി പറയുന്നത്. കാരണം ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ ഒരു കാരണവശാലും, ചിന്തിക്കുന്ന മനുഷ്യൻ
ഇസ്ലാമിനകത്ത് നിൽക്കുകയില്ല, ഇസ്ലാം മതത്തിൽ നിൽക്കുകയില്ല. എന്നാൽ എങ്ങാനും പൊട്ടും പൊടിയായിട്ടൊക്കെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്നത് തെറ്റായിടത്താണ്. ആശയപ്പാപ്പരത്വം മാത്രം കൈമുതലായുള്ള, സ്വന്തമായി യാതൊന്നുമില്ലാത്ത, സകലതും മറ്റുള്ളവരിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടാക്കിയ ഒരു മതത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആ മതം നിങ്ങളെ ഒരു വിധത്തിൽ രക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, നാശത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ഈ ഭൂമിയിൽ സമാധാനമില്ലാത്തൊരു ജീവിതം മാത്രമേ അത് നിങ്ങൾക്ക് തരികയുള്ളൂ. മരണശേഷം അത് നിങ്ങളെ നരകത്തിലും കൊണ്ടെത്തിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ലോകത്ത് എത്രയോ മതങ്ങളുണ്ട്, അതിലെല്ലാം ദൈവസങ്കല്പങ്ങളുമുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ അള്ളാഹുവിനെ പോലെ ഇത്രമാത്രം പൈശാചികത നിറഞ്ഞ ഒരു ദൈവസങ്കല്പം വേറെ ഏതെങ്കിലും മതങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്നിൽ വിശ്വസിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, ലോകം മുഴുവൻ എൻ്റെ മതം ആകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നൊക്കെ ലോകത്ത് വേറെ ഏതെങ്കിലും മതത്തിലെ ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ ഇല്ല. അതൊക്കെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന മൊഴിമുത്തുകളാണ്. ദൈവം എന്ന പദവിക്ക് ഒരു വിധത്തിലും അർഹതയില്ലാത്ത ഒരുവനാണ് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു. ചിന്തിക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും അക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്ത അള്ളാഹുവിനെ വിട്ടുകളഞ്ഞ് നിങ്ങളെ പരിപൂർണമായി രക്ഷിക്കാൻ കഴിവുള്ള സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിക്കുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന ഹീനസ്ഥാനത്ത് നിന്നും മാറി പകരം സത്യദൈവത്തിൻ്റെ മക്കൾ എന്ന ഉന്നത സ്ഥാനത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അടുത്ത 2 വീഡിയോകളിലായി അക്കാര്യം വിവരിക്കാം എന്ന് വിചാരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ എത്രയും വേഗം ആ 2 വീഡിയോകളുമായി ഞങ്ങൾ വരാം. അതുവരേക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ, ക്രിസ്തുവിനായി മരിച്ചാൽ, ക്രിസ്തുവിനായി